ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ വമ്പൻ വിജയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അരുണാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും ഉപമുഖ്യമന്ത്രി ചൗനാ മെയിനും ഉൾപ്പെടെ 10 ബി.ജെ.പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഏപ്രിൽ 19-നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിച്ചതിനാൽ ഖണ്ഡുവും മറ്റ് 9 സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പവൻ കുമാർ സെയിനാണ് അറിയിച്ചത്. 60-അംഗ നിയമസഭയിൽ 10 സീറ്റിലും ബി.ജെ.പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി കേവലം 21 സീറ്റുകൾ കൂടി മതിയാകും ബി.ജെ.പിക്ക് ഭരണം നേടാൻ. തവാങ് ജില്ലയിലെ മുക്തോ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നുള്ളൂ. ചൌക്ക മണ്ഡലത്തിലെ ഉപമുഖ്യമന്ത്രി ചൗനാ മെയിനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്നലെ തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെയാണ് ചൗനാ മെയിൻ വിജയിച്ചത്. 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥി മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മറ്റ് 4 മണ്ഡലങ്ങളിൽ 2 സ്ഥാനാർത്ഥികൾ വീതമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ 26-നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 60 മണ്ഡലങ്ങളിലും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നു. 4ഇടത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചതോടെയാണ് പവൻ കുമാർ സെയിൻ അറിയിച്ചത്. മോദിയോടുള്ള ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും സംസ്ഥാനത്തിന്റെ സർവ്വതോന്മുഖമായ വികസനം ഉറപ്പാക്കുന്നതിനുള്ള ഞങ്ങളുടെ അർപ്പണബോധവുമാണ് ഇതിനെല്ലാം കാരണമെന്നായിരുന്നു മുഖ്യമന്ത്രി പേമ ഖണ്ഡു സന്തോഷം പ്രകടിപ്പിച്ച് ട്വീറ്റ് ചെയ്തത്. 2019-ലാണ് അരുണാചലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബി.ജെ.പി സർക്കാർ അധികാരമേൽക്കുന്നത്. 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 41 സീറ്റായിരുന്നു നേടിയത്. ജെ.ഡി.യു 7 സീറ്റും എൻ.പി.പി 5 സീറ്റും കോൺഗ്രസ് 4 സീറ്റും പീപ്പിൾ പാർട്ടി ഓഫ് അരുണാചൽ 1 സീറ്റിലും സ്വതന്ത്ര 2 സീറ്റിലുമാണ് അന്ന് വിജയിച്ചത്. പിന്നീട് ജെ.ഡി.യു ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള 7 എം.എൽ.എമാർ ബി.ജെ.പിക്കൊപ്പം ചേരുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.